മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിയോട് പറയും ഇങ്ങനെ ചെയ്യാൻ. ഉത്തരവാദിത്വം വരുമ്പോൾ മുഖ്യമന്ത്രിക്കില്ല, ചീഫ് സെക്രട്ടറിക്ക് മാത്രമേ ഉള്ളൂ. ഇതൊരു വലിയ പ്രപഞ്ച സത്യമാണ്. ആ ഒരു പ്രപഞ്ച സത്യം കുടുംബജീവിതത്തിലുള്ള ആണുങ്ങൾക്ക് മനസ്സിലാവില്ലേ? ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ അടിവേരായി നിലനിൽക്കുന്ന വാൽമീകി രചിച്ച രാമായണം എന്ന ഗ്രന്ഥത്തെക്കുറിച്ചാണ്. ഈ രാമായണം എന്ന ഗ്രന്ഥം മറ്റനേകം ഗ്രന്ഥങ്ങളെപ്പോലെ എൻ്റെ ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ച ഒരു ഗ്രന്ഥമാണ്. ഇത് പറയാൻ കാരണം എൻ്റെ അടിസ്ഥാന കാഴ്ചപ്പാടനുസരിച്ച് ലോകത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള എല്ലാ ഗ്രന്ഥങ്ങളും ഇൻക്ലൂഡിങ് ഞാൻ അടിസ്ഥാനപരമായി വിശ്വസിക്കുന്ന പുതിയ നിയമം പോലും ദൈവം എഴുതിയതല്ല, മനുഷ്യൻ എഴുതിയതാണ്. എല്ലാ ഗ്രന്ഥങ്ങളും ഭാഷ മനുഷ്യനുണ്ടാക്കിയതാണ്. അത് ലാറ്റിൻ ഭാഷയായാലും അറമായ ഭാഷയായാലും അറബി ഭാഷയായാലും സംസ്കൃത ഭാഷയായാലും എല്ലാം മനുഷ്യൻ്റെ അധ്വാനത്തിൻ്റെ നിർമ്മിതിയാണ്. ഈ നിർമ്മിതിയിൽ എന്നെ സ്വാധീനിച്ച ഒരു ഗ്രന്ഥമാണ് വാൽമീകി രാമായണം. ഈ വാൽമീകി രാമായണം എന്നെ സ്വാധീനിക്കുന്നത് അനേകം ഘട്ടങ്ങളിലൂടെയാണ്. ഇതിലേറ്റവും ആദ്യം ഞാൻ രാമായണത്തെക്കുറിച്ച് കേൾക്കുന്നത് എൻ്റെ അപ്പനിൽ നിന്നാണ്. അപ്പനാണ് എനിക്ക് രാമായണത്തിലെ ചില കാര്യങ്ങൾ പകർന്നു തരുന്നത്. ആദ്യം ഞാൻ കേട്ടത് എന്താണ്? ആദ്യം ഞാൻ കേട്ടത് എന്തുകൊണ്ട് ശ്രീരാമന് 14 വർഷം കാട്ടിലേക്ക് പോകേണ്ടി വന്നു. എന്തുകൊണ്ട് ദശരഥ മഹാരാജാവിന് മകനെ ശ്രീരാമ നീ കാട്ടിലേക്ക് പോകൂ എന്ന് പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടായത്. ഇതാണ് ഞാൻ ആദ്യം കേട്ട കഥ. ആ കഥ അപ്പൻ പറഞ്ഞു തന്നത് ഇങ്ങനെയാണ്. ദശരഥ മഹാരാജാവിന് 3 ഭാര്യമാരുണ്ട്. അതിൽ കൗസല്യയുടെ പുത്രനാണ് ശ്രീരാമൻ. കൈകേയിയുടെ പുത്രനാണ് ഭരതൻ. അപ്പോൾ ശ്രീരാമൻ മൂത്ത പുത്രനാണ്. ശ്രീരാമനെ രാജാവാക്കേണ്ട സമയം വന്നപ്പോൾ കൈകേയിക്ക് അസൂയ തോന്നി. കൈകേയി പറഞ്ഞു എൻ്റെ മകനെ രാജാവാക്കണം. അങ്ങനെയുള്ളൊരു സ്ഥിതിവിശേഷത്തിലേക്ക് സംഭവങ്ങൾ നയിക്കപ്പെടാൻ കാരണം കൈകേയിയുടെ അച്ഛൻ നിർണായകമായ സമയത്ത് ദശരഥ മഹാരാജാവിന് തേരിൻ്റെ ചക്രം ഊരിപ്പോകാനിട വന്നപ്പോൾ ആ അച്ചാണിക്ക് പകരം വിരൽ വെച്ച് ആ യുദ്ധത്തിൽ നിന്ന് സഹായിച്ചു, രക്ഷിച്ചു. ആ അപകട മരണത്തിൽ നിന്ന് രക്ഷിച്ച് യുദ്ധം വിജയിക്കാൻ കാരണമായി. അതുകൊണ്ട് കൈകേയിയുടെ അച്ഛന് കൊടുത്ത വാക്കാണ് തൻ്റെ പുത്രിയെ കല്യാണം കഴിക്കുമ്പോൾ അതിലുണ്ടാകുന്ന മകനെ രാജാവാക്കണം. ആ വാക്ക് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ദശരഥ മഹാരാജാവിന് കൈകേയിയുടെ ആവശ്യത്തിന് മുമ്പിൽ വഴങ്ങേണ്ടി വന്നത്. ഇതിലെ ശരിയുണ്ടാകാം തെറ്റുണ്ടാകാം. ഇതാണ് ഞാൻ കേട്ട കഥ. ആ കേട്ടത് ഞാൻ പറയുമ്പോൾ അതിലും വ്യത്യാസം ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഈ കഥയിൽ എനിക്ക് കിട്ടിയ മെസ്സേജ് എന്താണ്? പല ആൾക്കാർക്കും പല അർത്ഥം കിട്ടുക. ഞാനൊരു 11 വയസ്സുള്ളപ്പോൾ എൻ്റെ അപ്പൻ്റെ അധരത്തിൽ നിന്ന് ഇത് കഥ കേൾക്കുമ്പോൾ ഞാൻ രൂപപ്പെടുത്തിയ ആശയം ഇതാണ്. എന്തുകൊണ്ട് രാജാവിന് ഇങ്ങനെ വന്നു? അത് ബഹുഭാര്യത്വത്തിൻ്റെ ഏറ്റവും അപകടകരമായ പ്രശ്നമാണ്.
ഒരു രാജാവിന് പല ഭാര്യമാരുണ്ടാവുകയും ആ ഭാര്യമാരിൽ പല മക്കളുണ്ടാവുകയും ചെയ്താൽ രാജാധികാര കൈമാറ്റം എളുപ്പമാവില്ല. മാത്രമല്ല വീട്ടിലെ സ്ഥിതിയും ഇത് തന്നെയായിരിക്കും. അതുകൊണ്ട് ബഹുഭാര്യാത്വം തെറ്റാണെന്ന വലിയ ഒരു സന്ദേശം അത് രാജ്യത്തെ അപകടകരമായ അവസ്ഥയിലേക്ക് കൊണ്ടു നയിക്കും എന്നൊരു മെസ്സേജാണ് ഞാൻ സ്വീകരിച്ചതിനകത്ത് നിന്ന്. അത് പിന്നീട് നമ്മുടെ നാട്ടിൽ എഴുത്തച്ഛൻ രാമായണത്തിൻ്റെ ഒരു ആഖ്യാനം തരുമ്പോൾ എഴുത്തച്ഛൻ കൃത്യമായിട്ട് എഴുതുന്നുണ്ട്, ശൂർപ്പണഖ ചോദിക്കും എന്നെ രണ്ടാം ഭാര്യയായിട്ട് വയ്ക്കാൻ. അപ്പോൾ ശ്രീരാമൻ പറയാണ്, രണ്ടാം ഭാര്യയായിരിക്കുന്നത് ദുഃഖകരമാണ്, മാത്രമല്ല ഇഷ്ടപത്നിയെ ഉപേക്ഷിച്ച് ഞാൻ നിൻ്റെ അടുക്കിലേക്ക് വരുന്നത് ഇഷ്ടപത്നിയെ കൊല്ലുന്നതിന് സമമാണ്. അപ്പോൾ എഴുത്തച്ഛൻ നടത്തിയത് ഒരു യഥാർത്ഥ വായന തന്നെയാണ്, യഥാർത്ഥ രചനയാണ്. വാൽമീകി രാമായണത്തിൻ്റെ എഴുത്തച്ഛൻ്റെ ഭാഷ്യം എന്ന് പറയുന്നത് വളരെ കൃത്യമാണ്. 11 വയസ്സിലാണ് ഞാൻ ഇത്തരം ഒരു തീരുമാനത്തിലെത്തിയത്. ബഹുഭാര്യത്വമാണ് സമൂഹത്തിൻ്റെ വളർച്ചയിൽ, അധികാര കൈമാറ്റത്തിൽ ഏറ്റവും അപകടകരമായ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന ഒരു സാമൂഹിക ആചാരം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ജീവിതം മുഴുവനും ബഹുഭാര്യത്വത്തിന് എതിരാണ്. ഇനി മാത്രമല്ല, അതിന് ശേഷം രാമായണത്തിൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ പഠിച്ച കഥ എന്ന് പറയുന്നത് വാൽമീകി എങ്ങനെയാണ് മാനസാന്തരപ്പെട്ടത് എന്നാണ്. ആ സംഭവത്തിൽ ഇപ്പോൾ ഇന്ന് ജനങ്ങൾ പറയാണ്, പല ബുദ്ധിജീവികളുടെയും വിചാരം ഇത്തരത്തിൽ എഴുതിയ കഥകളൊക്കെ പൊട്ടക്കഥകളാണ്, അതിലൊന്നും ഒരു പ്രസക്തിയില്ല എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളാണ് ഇന്ന് ഭൂരിഭാഗവും. പക്ഷേ ഈ കഥകളുടെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള മനോഹരമായ ചില ആശയങ്ങളുണ്ട്. അത് വായിക്കാൻ അറിയണം. അത് ഈ രണ്ട് കണ്ണുണ്ടായ പോലെ അകക്കണ്ണെന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ടായാലേ അത് കാണാൻ കഴിയുള്ളൂ. വാൽമീകി എന്നത് രത്നാകരൻ എന്ന കാട്ടാളനായിരുന്നു. ആ കാട്ടാളൻ ഇങ്ങനെ കൊന്നും മോഷ്ടിച്ചും കൊള്ളയടിച്ചും നടന്ന് കുടുംബം പോറ്റുന്ന സമയത്താണ് ഒരു സന്യാസിയെ കണ്ടുമുട്ടുന്നത്. ആ സന്യാസി രത്നാകരനോട് പറഞ്ഞു, നീ പോകുന്ന വഴി യഥാർത്ഥ വഴിയല്ല, നീ വഴി നിർത്തിയിട്ട് വേറൊരു വഴിയിലൂടെ സഞ്ചരിക്കണം. അപ്പോൾ ആ സംഭവം എന്താണ്? നീ ചെയ്യുന്നത് തെറ്റാണ്. ചില ആൾക്കാർ പറയാറുണ്ട് എന്നോട്, പാപം എന്ന കോൺസെപ്റ്റ് ഇന്ത്യയിൽ ഇല്ല എന്ന്. അത് വളരെ തെറ്റായ വായനയാണ് ഇന്ത്യയെക്കുറിച്ചുള്ളത്. ഹരനാണ് ദൈവം എന്നാണ് ഇന്ത്യയുടെ സങ്കല്പം തന്നെ. അപ്പോൾ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്ന രത്നാകരനെ തടഞ്ഞ് സന്യാസി പറഞ്ഞപ്പോൾ സന്യാസിയോട് പറയാണ്, ഞാൻ എൻ്റെ ധർമ്മം അനുഷ്ഠിക്കാനാണ് ഈ കൊള്ള നടത്തുന്നത്. ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ പറയാറില്ല, എന്തിനാണ് കൈക്കൂലി വാങ്ങുന്നത്? എനിക്ക് രാഷ്ട്രീയക്കാരനായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ കൈക്കൂലി വാങ്ങിയേ തീരൂ. അതുകൊണ്ടാണ് എൻ്റെ ധർമ്മം അനുഷ്ഠിക്കാൻ വേണ്ടിയാണ് ഞാൻ കൊള്ള ചെയ്യുന്നത്. അപ്പോൾ ഉടൻ തന്നെ രത്നാകരനോട് ചോദിച്ചു, നീ എന്താണ് നിൻ്റെ ധർമ്മം? ഭാര്യനും കുട്ടീനും തീറ്റിപ്പോറ്റ്. അപ്പം നീ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഈ പ്രവൃത്തിയുടെ ഫലം അവർ തിന്നുന്നു. ഈ പ്രവൃത്തിയുടെ ഉത്തരവാദിത്തം അവരേറ്റെടുക്കുമെന്ന് ചോദിച്ചിട്ട് വരാൻ പറഞ്ഞു. രത്നാകരൻ പറഞ്ഞു, അത് അവർ തുല്യമായിട്ട് ഷെയർ ചെയ്യും. ഭാര്യയോട് ചോദിച്ചപ്പോൾ ഭാര്യ പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവരുന്നത് ഞാൻ ഭക്ഷിക്കാം, പക്ഷെ നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞു. അത് പ്രിയമുള്ളവരെ ഇന്നും സാങ്കത്യമുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു മന്ത്രി കളക്ടറോട് ആജ്ഞാപിക്കും,
നിയമത്തിന് വിരുദ്ധമായിട്ട് ചെയ്യാൻ. ആ നിയമത്തിന് വിരുദ്ധമായിട്ട് കളക്ടർ ചെയ്താൽ അതിൻ്റെ ശിക്ഷ വരുമ്പോൾ മന്ത്രിക്ക് കിട്ടുമോ കളക്ടർക്ക് കിട്ടുമോ? അത് കളക്ടർക്ക് മാത്രമുള്ളൂ, മന്ത്രിക്കില്ല. അപ്പോൾ അതായത് ആജ്ഞാപിക്കുന്ന ആൾക്ക് അല്ല, ഇതിൻ്റെ ഉത്തരവാദിത്തം കിടക്കുന്നത് പ്രവർത്തിക്കുന്ന ആൾക്കാണ്. ഇപ്പം സർക്കാരിലെ ചീഫ് സെക്രട്ടറി ആയിരുന്നു സപ്പനയുടെ കൂടെ ഉണ്ടായിരുന്ന ശിവശങ്കരൻ. അതായത് ചീഫ് സെക്രട്ടറി എന്ന് പറയുന്ന ആള് എല്ലാ എക്സിക്യൂട്ടീവിനും തലവനാണ്. ആ ചീഫ് സെക്രട്ടറിക്കാണോ അധികാരം, മുഖ്യമന്ത്രിക്കാണോ അധികാരം? മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിയോട് പറയും ഇങ്ങനെ ചെയ്യാൻ, ചീഫ് സെക്രട്ടറി ചെയ്തിട്ട് ഉത്തരവാദിത്വം വരുമ്പോൾ മുഖ്യമന്ത്രിക്കില്ല, ചീഫ് സെക്രട്ടറിക്ക് മാത്രമേ ഉള്ളൂ. അതുപോലെ ഭാര്യ പറഞ്ഞു ഉത്തരവാദിത്തം ചെയ്യുന്ന ആൾക്കാണ്, അല്ലാണ്ട് എനിക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന്. ഈ ഒരു തിരിച്ചറിവ് എന്ന് പറയുന്നത് ഭരണകൂടങ്ങൾക്ക് ഉണ്ടാവേണ്ട തിരിച്ചറിവാണ്. ഇന്ന് സുപ്രീം കോടതിയിലെ ചന്ദ്രചൂഡ് ഭരണഘടന അനുസരിച്ച് ഒരു വിധി പുറപ്പെടുവിച്ചു. ആ വിധി ഇതാണ്: ഈ മന്ത്രിമാർ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരാണ്. അവർ പറയുന്നത് അനുസരിക്കാൻ എക്സിക്യൂട്ടീവ്, അതായത് കളക്ടർ, ഗവർണർ, ചീഫ് സെക്രട്ടറി മുതലായവർക്ക് അധികാരമുണ്ട്. പക്ഷേ രാമായണം ഒന്നുകൂടി മനസ്സിരുത്തി വായിച്ചാൽ നമ്മൾ പറയും ആർക്കാണോ അധികാരം അവർക്കാണ് ഉത്തരവാദിത്തം. മന്ത്രിക്കാണോ ഉത്തരവാദിത്തം? മന്ത്രി പറയുന്നത് ചീഫ് സെക്രട്ടറി കേൾക്കണമെങ്കിൽ, അതാണ് ജനാധിപത്യത്തിൻ്റെ നിയമമെങ്കിൽ മന്ത്രിയാണ് ഉന്നതാധികാരി. അപ്പോൾ ചീഫ് സെക്രട്ടറി ചെയ്ത തെറ്റിനും ഉത്തരവാദി മുഖ്യമന്ത്രിയാണ്. നമുക്ക് തിരിച്ചു വരാം. ഞാൻ രാമായണം പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഡെറിവേഷൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇവിടെ വെച്ച് രത്നാകരൻ സ്വന്തം വഴിയിൽ നിന്ന് മാറി വേറൊരു വഴിയിലൂടെ യാത്ര ചെയ്യാണ്. ആ യാത്രയാണ് അദ്ദേഹത്തെ വിശ്വമഹാകവിയായ വാൽമീകിയായി മാറ്റിയത്. അപ്പോൾ ഈ ഒരു അന്വേഷണം, സ്വന്തം ജീവിതം മുന്നോട്ട് പോകുന്നത് ശരിയായ ദിശയിലാണോ എന്ന് ഇടയ്ക്കിടെ ഞാൻ ആത്മാന്വേഷണം നടത്തുന്നതിൻ്റെ കാരണം, അത് ബൈബിളിലുണ്ട്, കത്തോലിക്ക സഭയുടെ ആചാരങ്ങളിലുണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതിനുള്ള പ്രാഥമികമായ വിത്ത് എന്നിൽ കിടക്കുന്നത് ഈ രാമായണത്തിലെ ഈ രത്നാകരൻ്റെ കഥയുടെ വേരാണ്. ഇത് ഒരു 6 വയസ്സാകുമ്പോഴേക്കും ഏതോ പാഠപുസ്തകത്തിലെ പാഠത്തിലൂടെ എൻ്റെ ആന്തരികതയിലേക്ക് കടന്നു വന്നു. ഇത് ശാസ്ത്രത്തിനും ബാധകമാണ്. എന്താണ്? ശാസ്ത്രം ഒരു സിദ്ധാന്തം വെച്ച് ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ പല ഉത്തരങ്ങളും ലഭിക്കില്ല. അപ്പോൾ കൊണ്ടു നടക്കുന്ന സിദ്ധാന്തത്തെ തന്നെ വീണ്ടും പുനഃക്രമീകരിച്ച് വേറൊരു വഴിയിലൂടെ യാത്ര ചെയ്യുന്നതാണ് ശാസ്ത്രത്തിൻ്റെ വഴി. അപ്പോൾ ഈ രാമായണത്തിലെ വാൽമീകിയുടെ ജീവിതം എന്ന് പറയുന്നത് മനോഹരമായ ഒരു മനുഷ്യൻ്റെ അസ്തിത്വത്തെ തൊടുന്ന ഒരു കാര്യമാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. രാമായണത്തിൽ നിന്ന് മൂന്നാമത് എനിക്ക് മനസ്സിലായ കാര്യം, രാമനും സീതയും വിവാഹം കഴിച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവർ കാട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ദിവസങ്ങൾക്കുള്ളിൽ അവരുടെ ഹണിമൂൺ അത് ആരംഭിക്കുമ്പോഴേക്കും അത് കാട്ടിലേക്ക് പോകേണ്ട യാത്രയായി. അത് എല്ലാ വിവാഹങ്ങളും ആരംഭിച്ച് 6 മാസം കഴിയുമ്പോഴേക്കും കാട്ടിലേക്ക് പ്രവേശിക്കും. ആ കാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് എല്ലാവരുടെ ജീവിതത്തിലുണ്ടാകുന്നതാണ്. കാരണം 2 വ്യത്യസ്ത വീടുകളിൽ നിന്ന് ഒരുമിച്ച് ചേരുന്ന മനുഷ്യരുടെ 2 സംസ്കാരമാണ്, 2 ജീവിത രീതിയാണ്,
രണ്ട് പരിശീലനമാണ്. ഒരു വാഴയുടെ കൂട്ടത്തിൽ നിന്ന് ഒരു വാഴക്കന്ന് പറിച്ചെടുത്ത് അപ്പുറത്തേക്ക് വയ്ക്കുമ്പോൾ വാടുന്നത് കണ്ടിട്ടുണ്ടോ? പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും അത് കരുത്തോടെ വലുതായി വരും. അപ്പോൾ രാമസീതാ ജീവിതത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യജീവിതത്തിനോട് ചേർന്ന് പോകുന്ന ഒരു ജീവിതം എന്താണെന്ന് കാണിച്ചു തരാനാണ് വാൽമീകി പരിശ്രമിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു വില്ലൻ രംഗത്ത് വരികയാണ്. ആരാണ് ഈ വില്ലൻ? ആ വില്ലനാണ് രാവണൻ. 10 തലയുള്ള, എന്നുവെച്ചാൽ 10 മനുഷ്യരുടെ ബുദ്ധിയുള്ള രാവണൻ. സാധാരണക്കാരനായ ഒരു ഭർത്താവ്. ആ ഭർത്താവിൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോകുന്നു. ഇവിടെ ഓരോ കഥയ്ക്കകത്തും സൂക്ഷ്മമായി ചേർത്ത് വെച്ചിട്ടുള്ള ചില സംഭവങ്ങളുണ്ട്. ഒരു സംഭവമാണ് ലക്ഷ്മണരേഖ. സീതയെ മായപ്പൊന്മാൻ ആകർഷിക്കുകയാണ്. മായപ്പൊന്മാൻ. അപ്പോൾ സീത പൊന്മാന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്, മായപ്പൊന്മാൻ. ഇത് 2 കഥാപാത്രങ്ങളിലൂടെ ചില സംഭവങ്ങൾ സംസാരിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഇന്നത്തെ മനുഷ്യൻ്റെ പ്രശ്നം എന്താണ്? ആ കാറ് കാണുമ്പോൾ അത് വാങ്ങണം, ആ രാജ്യം കാണുമ്പോൾ അവിടേക്ക് ടൂറ് പോകണം, ആ ഭക്ഷണം കാണുമ്പോൾ അത് ഭക്ഷിക്കണം. അപ്പോൾ ഇതിങ്ങനെ മായപ്പൊന്മാൻ എന്ന് വെച്ചാൽ മായാമോഹങ്ങളുടെ പിറകെ മനുഷ്യൻ പോവാണ്. അപ്പോൾ അവിടെ ഒരു വര വരയ്ക്കുകയാണ്, ഒരു ലക്ഷ്മണരേഖ. എനിക്ക് ആവശ്യമുള്ളതൊക്കെ തിന്നാനും കുടിക്കാനും ആരംഭിച്ചാൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് എൻ്റെ ബഡ്ജറ്റ് പൊളിയുമെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്മീഡിയറ്റ് ഇഫക്റ്റ്. അപ്പോൾ പ്രകൃതി തന്നിട്ടുള്ള ചില പരിമിതികളുണ്ട്, സമൂഹം തരുന്ന ചില പരിമിതികളുണ്ട്, ചില നിയമസംഹിതകളുണ്ട്. റോഡിൻ്റെ ഇടതുഭാഗത്തു കൂടെ വാഹനം ഓടിക്കാൻ പാടുള്ളൂ. എനിക്ക് വലത്ത് ഭാഗത്തോടെ ഓടിക്കും എന്ന് പറഞ്ഞാൽ വണ്ടി ഇടിച്ച് ചാവും. ഞാൻ മാത്രമല്ല, ഞാനും ചാവും, അപരനും ചാവും. നിങ്ങൾ ആലോചിക്കണം, 4000-5000 വർഷങ്ങൾക്ക് മുൻപാണ് ഈ കഥ എഴുതി വെച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ സമൂഹ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യജീവിതത്തിൻ്റെ ഒരു കാര്യമാണ് എഴുതി വെച്ചിട്ടുള്ളത്. മായയുടെ പിറകെ പോകുന്നു, ലക്ഷ്മണരേഖ ലംഘിക്കുന്നു, വില്ലൻ പിടികൂടുന്നു. ആരാണ് വില്ലൻ? ഒരിക്കൽ ഞാൻ ഒരു പ്രഭാഷണത്തിൽ ഞാൻ കേട്ടത് ഇങ്ങനെയാണ്: രാമനും നീയേ, കൃഷ്ണനും നീയേ. പ്രിയമുള്ളവരെ, ഞാൻ മറ്റൊരു പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞു, രാമനും ഞാനേ, രാവണനും ഞാനേ. ഈ രാമനും രാവണനും 2 വ്യക്തികളാണോ അതോ ഒരു മനുഷ്യനിലുള്ള 2 ഭാവങ്ങളാണോ? രാമരാവണ യുദ്ധം നടക്കുന്നത് പുറത്താണോ അകത്താണോ? ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നത്, രാമരാവണ യുദ്ധം നടക്കുന്നത് രാമനും രാവണനും എൻ്റെ അകത്തുള്ള യാഥാർത്ഥ്യമാണ്. രത്നാകരൻ രാവണനായിരുന്നു. ആ രത്നാകരൻ രാമനായി മാറാനുള്ള ഒരു യാത്രയായിരുന്നു. ആ ആന്തരിക സംഘർഷമാണ് യഥാർത്ഥത്തിൽ രാമായണമായി പുറത്തേക്ക് വന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ രാമനും രാവണനും ഒരാളാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതൊരു പക്ഷേ വെസ്റ്റേൺ സാഹിത്യത്തിൽ ഒരു നോവൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ആ നോവലിൻ്റെ പേര് ഇതാണ്: ഡോക്ടർ ജക്കീൽ ആൻഡ് മിസ്റ്റർ ഹൈഡ്. അത് നിങ്ങൾ നെറ്റിലടിച്ച് നോക്കിയാൽ കിട്ടുക. അതിൻ്റെ സിനിമ വരെയുണ്ട്.
ആ കൃതിയുടെ അന്തസത്ത ഇതാണ്. ഒരു ഡോക്ടർ കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ എല്ലാ മനുഷ്യരെയും പാവങ്ങളെയും ചികിത്സിക്കുന്ന ഡോക്ടർ വൈകുന്നേരമായി കഴിഞ്ഞാൽ അദ്ദേഹം ഒരു മരുന്ന് കഴിക്കും. അദ്ദേഹം പൂർണ്ണനായ ഒരു കൊള്ളക്കാരനും ബലാത്സംഗിയും കൊലപാതകനുമായി മാറും. അപ്പോൾ ഈ ഒരു പ്രക്രിയ ആ നോവലിലൂടെ അവതരിപ്പിക്കുന്നത് വേറെ ഒന്നുമല്ല. ഇത് രണ്ടും നമ്മുടെ ഉള്ളിലുള്ള രണ്ട് ഭാവങ്ങളാണ്. ഇവ തമ്മിലുള്ള ഒരു ആന്തരിക സംഘർഷമുണ്ട്. അപ്പോൾ രാമായണം മുഴുവൻ കഥയിലും ബോധപൂർവം വായിക്കരുത്. അബോധത്തിൽ നമ്മൾ വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ പുരാണ കൃതി നമ്മൾ ആസ്വദിക്കുകയാണെങ്കിൽ നമ്മളറിയാതെ തിരിച്ചറിഞ്ഞറിഞ്ഞറിഞ്ഞ് വരും. ഈ സംഘട്ടനം നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഈ പ്രോസസ്സ് ബോധപൂർവം ഏറ്റെടുക്കുന്നവരാണ് സമൂഹത്തിൽ പിന്നെ സംഭാവനകൾ നൽകുന്ന വ്യക്തികളായി മാറുന്നത്. അതില്ലാതെ പലപ്പോഴും എന്താന്ന് സംഭവിക്കുന്നത്, ഞാൻ വിശ്വാസി, നീ അവിശ്വാസി, ഞാൻ തൊഴിലാളി, നീ മുതലാളി, ഞാൻ നല്ലവൻ, നീ ചീത്തവൻ. അപ്പം നീ ചീത്തവൻ എന്ന് വിളിക്കുന്ന ഈ രാവണൻ, അതാണ് ഇന്ന് ഇത് തിരിച്ചറിയാതെ വരുമ്പോഴാണ് ഞാൻ രാമൻ, നീ രാവണൻ. ആ ഒരു വർഗീകരണം സമൂഹത്തിൽ സൃഷ്ടിക്കുന്നതിൻ്റെ കാരണം ഈ രാമായണത്തിന് യഥാർത്ഥമായിട്ട് മനസ്സിലാകുന്നില്ല. ഈ ഡോക്ടർ ജക്കീൽ ആൻഡ് മിസ്റ്റർ ഹൈഡ് എന്ന് പറയുന്നത് ഞാനാണെന്ന് മനുഷ്യൻ തിരിച്ചറിയുന്നില്ല. ഈ കൃതികൾ എഴുതുന്നത് അവനവൻ്റെ സെൽഫ് പ്രൊജക്ഷനാണെന്ന് തിരിച്ചറിയുന്നില്ല. ഈ അറിവിലേക്ക് വരുമ്പോഴാണ് ഈ കൃതിയുടെ ബ്യൂട്ടി മനസ്സിലാവുക. ചില ആളുകൾ അന്ധമായിട്ട് ഇതിനെ എതിർക്കുകയാണ്. ഞാൻ ഒരിക്കൽ ഒരു വ്യക്തി പറയുന്ന കേട്ടു, രാമരാവണ യുദ്ധം കഴിഞ്ഞ് രാമൻ സീത, പതിവ്രതയായ സീത, ആ സീതയോട് രാമൻ ചോദിക്കുകയാണ്, നീ എൻ്റെ കൂടെ പോരാൻ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നുവോ ഇല്ലയോ? എന്നിട്ട് ഈ പ്രസംഗം പറയുന്ന വ്യക്തി വലിയ ബുദ്ധിജീവിയാണ്. കേരളത്തിൽ പ്രസംഗം പറയുന്ന വ്യക്തി പറയാണ്, എത്ര ക്രൂരമായിട്ടാണ് രാമൻ ആ സ്ത്രീയോട് പെരുമാറുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള മറ്റു എപ്പിക്കുകൾ വായിച്ചു നോക്കുമ്പോഴാണ് ആ ചോദ്യം എന്തിന് വാൽമീകി രാമനെ കൊണ്ട് ചോദിപ്പിച്ചു എന്നതിൻ്റെ അർത്ഥം മനസ്സിലാവുക. ഇതിന് സമാന്തരമായിട്ട് ഇതേപോലെയുള്ള മറ്റൊരു കൃതി ഗ്രീസിലുണ്ട്. അതിൻ്റെ പേരാണ് ഇലിയഡ്. അതിലും മെനിലാസ് രാജാവ് കല്യാണം കഴിക്കുന്നത് വില്ല് കൊലച്ച് അമ്പെയ്താണ് ഹെലനെ കല്യാണം കഴിക്കുന്നത്. ആ ഹെലനെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഹെലൻ്റെ അപ്പൻ അവിടെ സ്വയംവരത്തിനെത്തിയ രാജാക്കന്മാരുടെ കയ്യിൽ നിന്നെടുക്കുന്ന ഒരു പ്രതിജ്ഞയുണ്ട്. എന്താണെന്നറിയൂ? എൻ്റെ മകളെ വിവാഹം കഴിച്ച ഈ ഭാര്യാഭർത്തൃബന്ധത്തെ ഏതെങ്കിലും ഒരു കശ്മലൻ ഈ സ്ത്രീയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇവിടെ സ്വയംവരത്തിനെത്തിയിട്ടുള്ള എല്ലാ രാജാക്കന്മാരും ഒറ്റക്കെട്ടായി പ്രഖ്യാപിക്കുന്നു, ഈ ഭാര്യയെ തിരിച്ച് അവനിലേക്ക് എത്തുന്നത് വരെ ഞങ്ങൾക്ക് വിശ്രമമില്ല. അങ്ങനെയാണ് മെനിലാസ് രാജാവിൻ്റെ ഭാര്യയായ ഹെലന് പാരീസ് തട്ടിക്കൊണ്ടുപോയപ്പോൾ ഇഥാക്കയിലെ രാജാവായ ഒഡീസിയസും അങ്കമെനോണും അക്കിലസും എല്ലാവരും കൂടി ഹെലനെ തിരിച്ചു പിടിക്കാനായിട്ട് തിരികെ യുദ്ധം വരുന്നത്. അതാണ് ട്രോജൻ വാർ എന്ന് നമ്മൾ കേട്ടിട്ടുള്ളത്, ഹെലൻ ഓഫ് ട്രോയ്. ഈ കഥയിലൊരു സംഭവം ഉണ്ട്. എന്താണെന്നറിയോ? അങ്ങനെ യുദ്ധം ജയിച്ച് ഹെലൻ്റെ അരികത്ത് ഒഡീസിയസ് എത്തുകയാണ് ഹെലനെ
തിരികെ കൊണ്ടുപോകാനായിട്ട് മെനിലാസിൻ്റെ അടുത്തേക്ക്. ഇവിടെ ഈ സംഭവത്തെ അവിടെയുള്ള വിമർശകർ വ്യാഖ്യാനിക്കുന്നത് ഹെലനെ പാരീസ് തട്ടിക്കൊണ്ടുപോയതല്ല, ഹെലൻ മെനിലാസിന് ഇഷ്ടമല്ലാതെ പാരീസിനെ ചൂസ് ചെയ്തിട്ടുള്ളതാണ്. ഈ വിമർശനത്തിന് എങ്ങനെയാണ് മറുപടി പറയുക? അങ്ങനെ ഒരു വിമർശനം ശ്രീരാമന് ഇഷ്ടമില്ലാതെ സീത രാവണൻ്റെ കൂടെ പോയതാണോ, അത് ഇഷ്ടമില്ലാതെ തട്ടിക്കൊണ്ടുപോയതാണോ എന്ന് പറയേണ്ടത് ആരാണ്? നാട്ടുകാരും ജനങ്ങളും അല്ല, സീതയാണ്. ആ ഒരു ജനത്തിൻ്റെ ആ ഒരു വാക്കിനെ തള്ളിക്കളയാൻ വേണ്ടിയിട്ടാണ് രാമകഥയിൽ ശ്രീരാമൻ ചോദിക്കുന്നത്, നിനക്ക് എൻ്റെ കൂടെ പോരാൻ ഇഷ്ടമാണെങ്കിൽ വരാം, അല്ലെങ്കിൽ നിനക്ക് ഇവിടെ നിൽക്കാം. അപ്പോൾ ഇത്തരത്തിലൊരു കഥാസന്ദർഭത്തെ വ്യാഖ്യാനിക്കുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരത്തിലുള്ള ചിന്താ പദ്ധതികളുമായി ഒത്തുനോക്കുകയും മനുഷ്യൻ്റെ അടിസ്ഥാന സ്വഭാവവുമായിട്ട് താരതമ്യപ്പെടുത്തി റിയാലിറ്റി, ഞാനെന്ന റിയാലിറ്റി താരതമ്യപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് വേണം ഈ കഥയെ വായിച്ച് മനസ്സിലാക്കാൻ. മാത്രമല്ല ഈ രാമായണ കഥ പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ ഇവർ സ്വാഭാവികമായ ഗൃഹസ്ഥത്തിലേക്ക് പ്രവേശിക്കുന്നു, അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നു, പിന്നീട് പ്രശ്നങ്ങളുണ്ടാകുന്നു. ഇതെല്ലാം ഒരു കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് മരണം വരെ. അങ്ങനെ സീത രാമനിൽ നിന്ന് വേർപെട്ട് നിന്ന് ജീവിക്കുന്നു. ഇന്ന് 99.9% വീടുകളിലും ഭാര്യമാർ ഭർത്താക്കന്മാരിൽ നിന്നൊരു പ്രായം കഴിഞ്ഞാൽ അകന്നകന്നകന്ന് കുട്ടികളോട് ചേരും. ഇതൊരു വലിയ പ്രപഞ്ച സത്യമാണ്. ഒരു തള്ളക്കോഴി പോലും കുട്ടികളായി കഴിഞ്ഞാൽ പൂവൻ കോഴികളെ കൊത്തി ഓടിക്കും. ആ ഒരു പ്രപഞ്ച സത്യം കുടുംബജീവിതത്തിലുള്ള ആണുങ്ങൾക്ക് മനസ്സിലാവില്ലേ? അങ്ങനെ മനസ്സിലാവാത്തവരാണ് ആ വേറെ പെണ്ണിനെ കല്യാണം കഴിച്ച് ബഹുഭാരിത്വത്തിലേക്ക് പോകുന്നത്. അപ്പോൾ രാമായണത്തിൽ സന്നിവേശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഏകഭാരിത്വത്തിലേക്ക് വരണമെങ്കിൽ ഭാര്യ ഇങ്ങനെ ഇത്തരത്തിൽ മക്കളിലേക്ക് തിരിയുമ്പോൾ ഭർത്താവ് തന്നെ ഏൽപ്പിച്ച ധർമ്മത്തിലേക്ക് തിരിയണം. അധ്യാപകനാണെങ്കിൽ പഠിപ്പിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ വേണം. വേറെ ഒരു സിനിമാ നടനാണെങ്കിൽ അതിൽ ശ്രദ്ധിക്കണം, എഴുത്തുകാരനാണെങ്കിൽ അതിൽ ശ്രദ്ധിക്കണം, ആശാരിയാണെങ്കിൽ അതിൽ ശ്രദ്ധിക്കണം. ആ ഒരു രീതിയിലേക്ക് മനുഷ്യജീവിതം വളരേണ്ടതിൻ്റെ ഒരാവശ്യകതയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതാണ് പ്ലാറ്റോ തൻ്റെ കൃതികളിൽ ഒരെണ്ണത്തിൻ്റെ ആമുഖത്തിൽ പറയുകയാണ്, നമുക്ക് പ്രായമായി, നമ്മുടെ ജീവിതത്തിലെ ശരീരത്തിൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ എന്ന് വെച്ചാൽ ലൈംഗികത, ഭക്ഷണം, ഇതൊക്കെ ആസ്വദിച്ച് നമുക്ക് മതിയാവേണ്ട സമയമായി. അതെ, അങ്ങനെ നമ്മളായിത്തീരുമ്പോഴാണ് നമ്മുടെ ബുദ്ധി യഥാർത്ഥത്തിൽ പ്രവർത്തിക്കാൻ ആരംഭിക്കുന്നത്. നമ്മുടെ കാമനകൾക്ക് നാം വിധേയായിരുന്നാൽ നമ്മുടെ യഥാർത്ഥ ബുദ്ധി പ്രവർത്തിക്കില്ല എന്നാണ് അതിൽ എഴുതി ചേർത്തിട്ടുള്ളത്. അപ്പം മനുഷ്യജീവിതത്തിൻ്റെ ഇത്തരത്തിലുള്ള അടിസ്ഥാനപരമായ സ്വഭാവത്തെ അല്ലെങ്കിൽ ചോദ്യങ്ങളെ തിരുത്തുന്ന, ചോദ്യം ചെയ്യുന്ന ഒരു കൃതി എന്നുള്ള നിലയിൽ രാമായണം ലോക സാഹിത്യത്തിലെ മികച്ച കൃതികളിലൊന്നാണ്. ഇതിലെ കഥകൾ നമ്മൾ പാഠപുസ്തകത്തിലൂടെ ഒരു 15 വയസ്സിനുള്ളിൽ ഓരോ കഥയായിട്ട് കുട്ടികളെ പഠിപ്പിക്കുകയും രാമനും രാവണനും ഒരാളാണെന്നുള്ള ചിന്ത വളർത്തുകയും ചെയ്തുകൊണ്ട് മനുഷ്യൻ സംസ്കാര സമ്പന്നനാകാൻ രാമായണം എന്ന കൃതി ഇന്ത്യൻ സമൂഹത്തെയും ലോക സമൂഹത്തെയും സ്വാധീനിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.